തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി സിൻസിയറായിട്ട് പ്രാർത്ഥിക്കാൻ 10 പേര് വന്നു. അതൊരു ഫാക്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. എനിക്ക് 100% ബോധ്യമുണ്ട്. എനിക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഐ നോ, വെരി ഏർണസ്റ്റ്ലി പ്രേയിങ്. എനിക്കറിയാവുന്ന ചിലർ അവർ ജീവിച്ചിരിക്കുന്നതന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഐ നോ, ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ അവരെ ജീവനോടെ ഇരുത്തണമെന്ന്. എനിക്കറിയാവുന്ന ആളുകളാണ്, പ്രായമുള്ള ആളുകളാണ്. ഞാനത് പറയുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഐ നോ ദേ ആർ പ്രേയിങ് ഫോർ മീ വെരി ഏർണസ്റ്റ്ലി. ദേ ഹാവ് നോ അതർ ജോബ്. വേറെ ഒരു ജോലിയില്ല. ദേ ആർ പ്രേയിങ് ഫോർ മീ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുള്ളതാണ് നമ്മൾ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇല്ലേ? So they are not praying for themselves. They are praying for us. Maybe for some other person. When you start praying for somebody else, then certainly God will find somebody, God will appoint somebody, God will anoint somebody to pray for you. പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഏണസ്റ്റായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സ്വാർത്ഥരഹിതമായ പ്രാർത്ഥനയാണ് ആവശ്യമായിരിക്കുന്നത്. സ്വാർത്ഥരഹിതമായിട്ട്. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് കൊണ്ടല്ല. ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും, ലൈക്ക് പ്രേയിങ് ഫോർ അതേഴ്സ്, പ്രേയിങ് ഫോർ സെയിൻസ്, പ്രേയിങ് ഫോർ ലേബറേഴ്സ്, പ്രേയിങ് ഫോർ ദ നേഷൻ, ദീസ് ആർ ഓൾ ഇവിടെ ഇനി ഈ പറയുന്ന കാര്യങ്ങളൊന്നും എങ്ങനെയുള്ളതല്ല, സ്വാർത്ഥമായ പ്രാർത്ഥന അല്ല. ഇവിടെ എല്ലാം നമ്മൾ ഇന്റർസീഡ് ചെയ്യുകയാണ്. When you pray for yourself, that is prayer. When you pray for somebody else, you are interceding. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥനയാണ്. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സോ നമ്മൾ ഇന്റർസെഷൻ എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സത്യമാണ്. God wants us to be intercessors. മധ്യസ്ഥത അണയ്ക്കുന്നവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. We need to pray for പീപ്പിൾ. മറ്റുള്ളവർക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ തന്നെ ഫലമേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ നിലനിർത്തുന്ന, നമ്മൾ ഇന്റർസീഡ് ചെയ്യുന്ന ഒരു വലിയ ഒരു ദൗത്യമാണ്. അതൊരു വർക്കാണ്. അതൊരു വർക്ക് എന്ന് ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോണ്ട് തിങ്ക് ദാറ്റ് അത് പറ്റുമ്പം പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതല്ല. ഇന്റർസെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മിനിസ്ട്രിയാണ്. ദാറ്റ് ഇസ് എ മിനിസ്ട്രി. അതൊരു ശുശ്രൂഷയാണ്. അതൊരു അസാമാന്യമായ ശക്തിയുള്ള ശുശ്രൂഷയാണ്. ഒരുപക്ഷെ ഏത് പ്രവർത്തനത്തെക്കാളും ശക്തിയുള്ളതായ ശുശ്രൂഷയാണ് എന്ത്? മധ്യസ്ഥത ഉള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ പ്രേ വിതൗട്ട് സീസിങ് എന്നൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. എത്ര മിനിറ്റ് പ്രാർത്ഥിക്കും നിങ്ങൾ? യു കനോട്ട് പ്രേ ഫോർ എ ലോങ് ടൈം, ഇസ്ന്റ് ഇറ്റ്? അല്ലേ? ഈ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യമുണ്ട്. പ്രേ ഓവർ പീപ്പിൾ ഹും യു മീറ്റ്. നിങ്ങൾ കാണുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ കാണുന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ചില സമയത്തൊക്കെ ഈ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഐ ജസ്റ്റ് പ്രേ ഓവർ ദ ലാൻഡ്. നമുക്കറിയത്തില്ല അവിടെ എന്തോ ഉള്ളതെന്നോ എന്താ കാര്യം എന്നോ അറിയത്തില്ല. ബട്ട് വെൻ യു പ്രേ ഫോർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിന്റെ എഫക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സംതിങ് ഹാപ്പൻ. ഞാൻ മധ്യപ്രദേശിൽ ദമോയിൽ നിന്ന് ബീനായിലേക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് ഒരു പട്ടണം എന്ന് പറയാനല്ല, ഒരു ഗ്രാമം കാണാറുണ്ടായിരുന്നു. ഐ യൂസ് ടു പ്രേ ഫോർ ദാറ്റ് ലാൻഡ്. അവിടെ ഒരു ക്രിസ്ത്യനുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴല്ല, 15 വർഷം മുമ്പത്തെ കാര്യമാണ്, കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, കർത്താവ് ഇവിടെ ഒരു സുവിശേഷകനെങ്കിലും എപ്പോഴെങ്കിലും ചെന്നിട്ടുണ്ടോ? കർത്താവ് ആരെങ്കിലും നീ അയക്കണം എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. ഇങ്ങനെ പറയും, ചുമ്മാ പറയാം, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ആ സ്ഥലം എനിക്കറിയാം. ആ സ്ഥലം അറിയാം. കുന്നുകളുടെ ഇടയ്ക്കാണ്. പക്ഷേ ഇന്ന് നമ്മളുടെ ഒരു ചർച്ച് അവിടെ ഉണ്ട്. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല നമ്മുടെ ഒരു മിഷനറി അവിടെ പോയി നമ്മുടെ മിഷൻ തുടങ്ങണമെന്നൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. കർത്താവ് ജീസസ് മിഷൻ അവിടെ ഒരു പ്രവർത്തനം ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അവിടെ നമ്മളൊരു പ്രവർത്തനം തുടങ്ങത്തക്ക രീതിയിലുള്ള വിശാലതയിലൊക്കെ നമ്മൾ വരുമെന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചതുള്ളൂ, കർത്താവെ ഒരു സുവിശേഷകനെങ്കിലും അവിടെ പോയി കാണുമോ? എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ കർത്താവെ നീ ഒരു സുവിശേഷകനെ അവിടെ അയക്കണേ. സഭ സ്ഥാപിക്കണമെന്ന് പോലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഒരു സുവിശേഷകനെ അയക്കണേ. പക്ഷെ സുവിശേഷകര് പോയെന്ന് തന്നെയല്ല, ഇന്നിപ്പോൾ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു വർഷിപ്പ് കമ്മ്യൂണിറ്റി ആ വില്ലേജിലുണ്ട്. അപ്പൊ എന്താണ്, നമ്മള് ഒന്നും അറിഞ്ഞോണ്ടോ ഒന്നും അല്ല, നമ്മളിപ്പം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ അറിയാതെ പ്രാർത്ഥിച്ചാലും, അറിയാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് എ ബർഡൻ ഫോർ എ സ്പെസിഫിക് ലാൻഡ്, ജസ്റ്റ് പ്രേ ഓവർ ദാറ്റ് ലാൻഡ്. ആ സ്ഥലത്തിന്റെ മേൽ നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുക. then you are interceding. നമ്മളുടെ പ്രാർത്ഥനയുടെ പുതിയൊരു തലത്തിലേക്ക് നമ്മൾ കയറുകയാണ്, മറ്റൊരു ലോകത്തിലേക്ക് കയറുകയാണ്. We start praying for others instead of praying just for ourselves. Instead of maybe we call, I'm not telling that you should not pray for you. നമുക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുതെന്നല്ല. പക്ഷെ സ്വാർത്ഥമായ പ്രാർത്ഥന എന്ത് ചെയ്യുന്നില്ല? ദൈവം കേൾക്കുന്നില്ല. പങ്കുവെക്കാത്ത സുഖത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കുന്നില്ല. പാഷൻസിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല. we need to pray for, intercede for others. അപ്പോൾ ഇതിനകത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്,
യേശു എന്താ ചെയ്യുന്നത്? ഈവൻ ജീസസ് ഈസ് ഇന്റർസീഡിങ്. ദൈവത്തിന്റെ ഇപ്പോഴത്തെ യേശു കർത്താവിന്റെ ഇപ്പോഴത്തെ ജോലിയായിട്ട് നമ്മൾ കാണുന്നതാണ്. അവൻ എന്ത് ചെയ്യുന്നു? പിതാവിന്റെ സന്നിധി നമ്മൾക്ക് വേണ്ടി. പക്ഷെ ഇത് യേശു എന്നാ തുടങ്ങിയത്? മരിച്ച് സ്വർഗത്തിൽ ചെന്നതിന് ശേഷമാണോ? അല്ല. കർത്താവിന്റെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുവായിരുന്നു യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇത്രയും കൂടുതൽ പ്രാർത്ഥിച്ചത്? രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക, പകൽ എഴുന്നേറ്റ്, നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. എന്ത് കർത്താവ് ഇത്രയും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഐ എം ക്വൈറ്റ് ഷുവർ കർത്താവിന്റെ പ്രാർത്ഥനയോട് നല്ലൊരു പങ്കും കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കർത്താവിന് വേണ്ടി ആയിരിക്കത്തില്ല. ആണോ? ഐ ഡോണ്ട് തിങ്ക് സോ. നമ്മൾ പിന്നെ പല വാക്കുകൾ വായിക്കുമ്പോഴാണ്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പറയുമ്പോഴത്തേക്ക് നമ്മളോട് വായിക്കുമ്പോഴത്തേക്ക് കർത്താവിന് വേണ്ടി അവരെല്ലാം അവിടെ പ്രാർത്ഥിക്കുന്നു. ആണോ? ഇറ്റ്സ് നോട്ട് പ്രേയിങ് ഫോർ ഹിംസെൽഫ്. സമയമില്ല, ഞാൻ ആ ഭാഗം വായിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ജോൺ ചാപ്റ്റർ 17 വായിച്ചു നോക്കിയേ. ഹി ഈസ് പ്രേയിങ് ഫോർ അതേഴ്സ് കംപ്ലീറ്റ്. പത്രോസിനോട് കർത്താവ് എന്താ പറയുന്നത്? ലൂക്കോസ് 22-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, പത്രോസേ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷെ നിന്റെ വിശ്വാസം പോയി പോകുന്ന ചിന്തിച്ച് ഞാൻ അനുവാദം കൊടുത്തില്ല. ഐ പ്രേയ്ഡ്. ജീസസ് ഈസ് പ്രേയിങ്. ഈവൻ വെൻ ജീസസ് വാസ് ഇൻ ദിസ് വേൾഡ്, ഹി വാസ് പ്രേയിങ് ഫോർ us, others. And even now, what happens? Jesus is praying for us. അവിടെയും ഇവിടെയും കർത്താവ് എന്ത് ചെയ്യാണ്? കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. And we also need to pray for others. Jesus is interceding even now. Holy Spirit is interceding. ആത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? പക്ഷവാദം ചെയ്യുന്നു. And we also need to intercede for others. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് നിർത്തിയ ഭാഗമുണ്ടല്ലോ, അവിടെ എന്താണ് അവിടെ പറയുന്നത്? എന്താണ്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. 18-ാമത്തെ വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. നോക്കുക, ഏതു നേരത്തും പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആദ്യം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളണം. എന്തിനു വേണ്ടി? നിങ്ങൾ ദുർദിവസത്തിൽ നിൽക്കേണ്ടതിന്, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കേണ്ടതിന്, അല്ലേ? ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഏറ്റവും ഒടുവിൽ സകല പ്രാർത്ഥനയും, അവിടെ ആ പ്രാർത്ഥന പറയുമ്പോഴത്തേക്ക് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അടുത്തത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടതിനും അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും വേണ്ടി പ്രാർത്ഥിപ്പിൻ. നോക്കുക, അവിടെ പൗലോസ് ഓർപ്പിക്കുന്ന എന്താണ്? പ്രേ ഫോർ ഓൾ ദ സെയിൻസ്. എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ എക്സോർട്ടേഷൻ എന്തിനു വേണ്ടിയാണ്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ പ്രേയിങ് ദംസെൽസ്. ഓഫ് കോഴ്സ്, ആത്മാവ് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിശാചിനോട് എതിർത്ത് നിൽക്കാൻ, ഇവിടെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ അതേസമയം ഞാൻ തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ എനിക്കൊരു ഡിഫൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥന. നമ്മൾ പറയും, ബ്രദറെ പ്രാർത്ഥിച്ചോണം കേട്ടോ, അല്ലെങ്കിൽ പിശാച് വന്ന് നമ്മളെ തട്ടിക്കൊണ്ടുപോകും. ശരിയാ, പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ എങ്ങനെങ്കിലും പിശാചിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥന, സകല വിശുദ്ധന്മാർക്ക് വേണ്ടി. Pray for every saints, all saints, and pray for people like Paul or people who are in the war front, മിഷണറിമാർക്ക് വേണ്ടി. You take somebody as your partner and pray for them. കാര്യം അവരെവിടെയാണ്? വാർ ഫ്രണ്ടിലാണ്. Pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഇന്റർസെഷൻ ഉണ്ടാകുന്നത്. എന്നാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇന്റർസെഷനെ കുറിച്ച് റോണ്ടൻ പറഞ്ഞൊരു കാര്യം, ഇറ്റ് ഈസ് ലേയിങ് ഡൗൺ അവർ ലൈഫ് ഫോർ അവർ ഫ്രണ്ട് എന്നാണ്. ഇറ്റ് ഈസ് ബെയറിംഗ് വൺ അനദേഴ്സ് ബർഡൻ ആൻഡ് ഇറ്റ് ഈസ് ഷെയറിംഗ് ദ സഫറിംഗ്സ് ഓഫ് ക്രൈസ്റ്റ്. 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. ഇറ്റ് ഈസ് ലേയിങ് ഡൗൺ അവർ ലൈഫ് ഫോർ അവർ ഫ്രണ്ട്. അത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, സ്നേഹിതന് വേണ്ടി നമ്മുടെ ജീവനെ വെച്ചു കൊടുക്കുന്നതാണ്. 1 യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നു, ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു, എന്നാൽ നാമും നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അതൊരു കമാൻഡാണ്, അതൊരു സജഷൻ അല്ല, അതൊരു കമാൻഡാ. സഹോദരന്മാരെ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതല്ലയോ? നമ്മളും കഴിയുമെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയൊക്കെ ജീവനെ വെച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ആത്മീയ അനുഭവത്തിലേക്കൊക്കെ വളരുന്നത് നന്നായിരിക്കും, എപ്പോഴെങ്കിലും, ഇപ്പൊ പറ്റിയില്ലെങ്കിലും എന്നല്ല ഇവിടെ പറയുന്നത്. It is an exhortation, it is a command. It is not just an encouraging words, or it's not just asking you to do something if it is possible.
നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ ഇഫ് യു ആർ എ റിയൽ ക്രിസ്ത്യൻ, it is our responsibility to see that we are laying down our life for our friend, our brethren. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഓൾസോ വി ആർ ബെയറിംഗ് വൺ അനദേഴ്സ് ബർഡൻ. ഇന്റർസെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ ഭാരം ഞാൻ എടുത്ത് വെക്കുകയാണ്. ഐ എം ഷെയറിംഗ്, ഐ എം ടെല്ലിംഗ്, ഓക്കെ, ഇനി ഞാൻ നോക്കിക്കോളാം നിന്റെ കാര്യം. ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് മൈ ബർഡൻ. അല്ലേ? ഞാൻ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഷെയറിംഗ് ദ സഫറിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്റർസെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവിന്റെ കഷ്ടതയെ നമ്മൾ പങ്കാളികളാകുന്ന അതൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. വെൻ വി ഇന്റർസീഡ്, intercession is real suffering and we are sharing the sufferings of Christ. Intercession എന്ന് പറയുന്നത് അത്ര മോശം കാര്യമോ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമുക്കിത് ഈസിയാണെന്ന് തോന്നുന്നത് നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളോ അല്ലെങ്കിൽ അങ്ങനെ കാണുന്നതുകൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് സഭായോഗത്തിൽ സങ്കീർത്തനം വായിച്ചു കഴിയുമ്പം, നോർമൽ ചർച്ചസിലെ കാര്യം ഞാൻ പറയുന്നത്, സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എടുത്തു വരാം, ഇന്ത്യയോട് പ്രാർത്ഥിക്കാം, വടക്കേ ഇന്ത്യയിൽ സുവിശേഷം പറയുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ബർമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് കുഞ്ഞച്ചായൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കുഞ്ഞച്ചായ എന്നുള്ള പേര് കേൾക്കുമ്പോൾ അച്ചായനും പെട്ടെന്ന് ഓർക്കുന്നത് എന്നെയാണ്, എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന് അറിയത്തില്ല. അച്ചായൻ വേറെ എന്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെന്തോ ഈ ഒടുവിൽ കർത്താവെ പാസ്റ്റർ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇങ്ങനെ ഒരു മൂളിപ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ ദൈവം അങ്ങ് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ എന്ത് ഈസി ആയിരുന്നല്ലേ. സോ ഇന്റർസെഷൻ ഈസ് നോട്ട് എ സ്മോൾ തിങ്. ഐ വിൽ ടെൽ അബൌട്ട് ഇറ്റ് ലേറ്റർ. ഒത്തിരി നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട്, ഒത്തിരി നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ബട്ട് ഇന്റർസെഷനെ കുറിച്ചുള്ള ഒരു നല്ല ഒരു ഇതാണ്. ഇറ്റ് ഇസ് എ ഒരു ട്രയാങ്കിൾ ആണ്. പ്രേയറിലെ പ്രാർത്ഥനയിൽ ഒരു ട്രയാങ്കിൾ ആണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ദാറ്റ് ഇസ് എന്താണ്, നമ്മൾ ഉപമയുണ്ടല്ലോ, നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുന്ന ഉപമയാണല്ലോ. അപ്പൊ ആ ഉപമയിലെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളത് വായിച്ചാൽ എന്താണ്, അവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? എനിക്ക് അപ്പം തരണമെന്ന് പറയാനല്ല. എന്റെ ഒരു സ്നേഹിതൻ വന്നു, വഴിയാത്ര എന്റെ അടുത്ത് വന്നു, അവന് കൊടുക്കാനായിട്ട് 3 അപ്പം വായ്പ തരണം. ഇതാണ് ഇന്റർസെഷൻ. മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ ഇതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയുമാണ്. ഈ സിമ്പിൾ ആയിട്ട് പറയാത്തതുകൊണ്ടാണ് നമുക്കിത് പലപ്പോഴും എന്താണ് ഇതിനകത്ത് വേറെ വലിയ അർത്ഥങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. സോ സിമ്പിൾ. എത്ര സിമ്പിളാ. എന്റെ ഒരു സ്നേഹിതൻ എന്റെ അടുത്ത് വന്നു, അവന് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നില്ല. ആർക്ക് വിശക്കുന്നു? എന്റെ സ്നേഹിതന് വിശക്കുന്നു. അവന് കൊടുക്കാൻ 3 അപ്പം വായ്പ തരണം. ദിസ് ഇസ് സിമ്പിൾ ഇന്റർസെഷൻ. വളരെ സിമ്പിൾ ആണ്. എനിക്ക് വിശക്കുന്നു, എനിക്ക് അപ്പം തരണമെന്ന് പറയുന്നത് മേ ബി ഇറ്റ് ഈസ് എ പ്രയർ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ആൻ ഇന്റർസെഷൻ. പക്ഷെ എന്റെ സ്നേഹിതന് വിശക്കുന്നു, അവന് ഭക്ഷണം വേണമെന്ന് പറയുന്നതാണ് ശരിക്കും മധ്യസ്ഥത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാല് നമ്മളുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പെർസിസ്റ്റന്റ്. നമ്മൾ ഇതിനകത്ത് വാസ്തവത്തിൽ എന്താ ശരിക്കും ഇവൻ എന്ത് ചെയ്യുന്നില്ല, ഈ അപ്പം കിട്ടാതെ അവൻ അവിടുന്ന് പോകുന്നില്ല. അപ്പം മധ്യസ്ഥത എന്ന് പറയുന്നത് ചുമ്മാ പ്രാർത്ഥിച്ചേച്ച് പോകുന്നതല്ല മധ്യസ്ഥത. എന്താണ്? പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അവന് ലഭിക്കുന്നത് വരെ തുടർമാനമായി, എനിക്ക് വേണ്ടിയല്ല, എന്റെ സ്നേഹിതനുണ്ട്, അവന് കിട്ടുന്നത് വരെ. കാര്യം അവന് കിട്ടിയില്ലെങ്കിൽ പലപ്പോൾ ഒരുപക്ഷെ അവൻ പോയി എന്താ ചെയ്യുന്നത് അറിയത്തില്ല. അപ്പൊ എന്റെ വീട്ടിൽ വന്ന അവന് ഞാൻ കഴിക്കാൻ അപ്പം കൊടുത്തില്ലെങ്കിൽ അവൻ നാളെ രാവിലെ എഴുന്നേറ്റ് പിന്നെയും വിശന്ന് തന്നെ പോവുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഗാർബേജിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും ഇവന് എന്ത് ചെയ്യും? എടുത്ത് തിന്നും. നമ്മളുടെ സഭകളിലൊക്കെ പലപ്പോഴും പറ്റുന്ന പ്രശ്നം, നമ്മളുടെ സഭകളിലേക്ക് വിശപ്പോടെ വരുന്നവരെ വിശന്നവരായി മടക്കി വിടുമ്പോൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഗാർബേജിൽ പിശാച് കൊണ്ട് ഗാർബേജ് ഇട്ടിരിക്കുകയാണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ്? അവനത് തിന്നും. അതുകൊണ്ട് വിശന്നവരായിട്ട് എന്റെ അടുത്ത് വരുന്നവൻ അപ്പം കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ച് അവൻ അപ്പം കൊടുക്കുക എന്ന് പറയുന്നത് ആരുടെ ചുമതലയാണ്? എന്റെ ചുമതലയാണ്, സഭയുടെയും ചുമതലയാണ്. ഞാൻ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ പറയുന്നത് ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി. വി നീഡ് ടു സീ that we are praying for people who are in need, spiritual need and physical need, of course. നമ്മളല്ല ഗുസ്താവോ ഗുട്രസ് പറഞ്ഞൊരു വാചകം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. My bread is my physical need and bread for my brother is my spiritual need. എന്റെ അപ്പം എന്റെ ഫിസിക്കൽ നീഡാണ്. നമ്മൾ പറയുന്നത് എന്റെ അപ്പം എന്റെ ഫിസിക്കൽ നീഡ്, അവന്റെ അപ്പം അവന്റെ ഫിസിക്കൽ നീഡ് എന്നല്ല. എന്റെ അപ്പം എന്റെ ഫിസിക്കൽ നീഡാണ്, പക്ഷെ എന്റെ സഹോദരന്റെ അപ്പം എന്റെ സ്പിരിച്വൽ നീഡാണ്. അവിടെയാണ് എനിക്ക് ഇന്റർസീഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇന്റർസീഡ് ചെയ്യുന്നത് ആ ബോധ്യം, ദാറ്റ് ഈസ് മൈ സ്പിരിച്വൽ നീഡ്. എന്റെ അടുത്ത് വരുന്ന വ്യക്തിയുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുക എന്നുള്ളത് എന്റെ ആത്മീക ആവശ്യമാണ്.
Only when I see it as my spiritual need, I start praying, crying, interceding, standing before the Lord. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ചെന്ന് നിൽക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് എന്താണ്, ഇന്റർസെഷൻ ഈസ് സംതിങ് ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ പെറ്റീഷൻ, ഇറ്റ് ഈസ് എ പൊസിഷൻ. നമ്മൾ ഇന്റർസെഷൻ എന്ന് പറയുന്നത് ഒരു പെറ്റീഷൻ എന്നുള്ള നിലയിലാണ് കാണുന്നത്. നോ, ഇറ്റ് ഈസ് എ പൊസിഷൻ. യു ആർ ഗെയിനിങ് എ പൊസിഷൻ. ദാറ്റ് ഈസ് യുവർ റിവാർഡ്. വാട്ട് ഈസ് ദാറ്റ് പൊസിഷൻ? യു ആർ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദാറ്റ് പേഴ്സൺ ആൻഡ് ഗാഡ്. ദൈവത്തിനും ആ വ്യക്തിക്കും മധ്യത്തിലേക്ക് കയറി നിന്ന് ആ ഒരു പൊസിഷനിലേക്ക് കയറി നിൽക്കാൻ ദൈവം എന്ത് ചെയ്യുന്നു? എന്നെ പ്രാപ്തനാക്കുന്നു. അതാണ് വാസ്തവത്തിൽ ഇന്റർസെഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത.